തൊടാതെ കൈമലർത്തി അയച്ചിട്ടിരിക്കുക. കണ്ണുകൾ പതുക്കെ അടച്ച് ശ്വാസം മെല്ലെ ഉള്ളിലേക്കെടുക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ എൻ്റെ ശരീരവും മനസ്സും ശാന്തമാണെന്ന് വിചാരിക്കുക. കാൽപാദം, കാല്, വയർ, നെഞ്ച്, കഴുത്ത്, മുഖം എന്നിവിടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പതുക്കെ ശ്വാസം അകത്തേക്ക് വലിക്കുക. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം പതുക്കെ അകത്തേക്ക് വലിക്കുക. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും പതുക്കെ ശ്വാസം അകത്തേക്ക് വലിക്കുക. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നൊന്നായി നീങ്ങുന്നതായി കരുതുക. ശരീരം മുഴുവനും ഭാരം കുറഞ്ഞതായി നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാണ്, വളരെ സ്വസ്ഥമാണ്. നിങ്ങൾക്കിപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനവും ശാന്തിയും അനുഭവപ്പെടുന്നു. ഇനി നിങ്ങൾ എൻ്റെ വാക്കുകൾ മാത്രം ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന വാക്കുകളിൽ മാത്രം ശ്രദ്ധിക്കുക. മനസ്സിൽ ഒരു റോസാപ്പൂവിന്റെ ചിത്രം വരയ്ക്കുക. നല്ല ഒരു റോസാപ്പൂ. അതിന് കടും ചുവപ്പ് നിറം കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ അതിമനോഹരമായ ചുവന്ന റോസാപ്പൂ നിങ്ങളുടെ മുമ്പിൽ വിരിഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഹൃദ്യമായ സുഗന്ധം നിങ്ങൾ ആസ്വദിക്കുക. ആ സുഗന്ധം നിങ്ങൾ വലിച്ച് കയറ്റുക. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി നിങ്ങൾ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. നിങ്ങളിപ്പോൾ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അരുവിയുടെ തീരത്താണ് നിൽക്കുന്നത്. അതിൻ്റെ ഒഴുക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഞാനിപ്പോൾ അരുവിയുടെ അക്കരെയാണ് ഉള്ളതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എൻ്റെ അരികിലെത്തണമെങ്കിൽ ഒരു പാലം കടക്കണം. നിങ്ങളുടെ മുമ്പിലുള്ള ആ പാലം ഒന്ന് ശ്രദ്ധിക്കൂ.
മെല്ലെ ആ പാലത്തിൽ കയറുക. പതുക്കെ പതുക്കെ. നിങ്ങളിപ്പോൾ ആ പാലത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അതിലുള്ള ഒഴുക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളിപ്പോൾ ആ പാലത്തിൽ നിന്ന് പതുക്കെ താഴേക്കിറങ്ങുകയാണ്. നിങ്ങളിപ്പോൾ പച്ച പുല്ലുമേഞ്ഞ അരുവിക്കരയിലൂടെ നടന്നു വരികയാണ്. ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിക്കൂ. എത്ര മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കിളികളുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ? പൂത്തുലഞ്ഞ കൊന്നപ്പൂക്കളെ കാണുന്നില്ലേ? കാറ്റിൽ അത് ആടിക്കളിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കിളികളുടെ ശബ്ദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. പറവകൾ പറന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒരു നേരിയ കാറ്റ് നിങ്ങളെ തലോടുന്നതായി നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ വളരെ സുഖകരമായ ഒരവസ്ഥ അനുഭവിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ വളരെ സ്വസ്ഥമാണ്, വളരെ ശാന്തമാണ്. നിങ്ങൾക്കിപ്പോൾ നല്ല സുഖവും സന്തോഷവും അനുഭവപ്പെടുന്നു. ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് വലിച്ചു ആ സുഖം ആസ്വദിച്ചു. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിയതായി നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു കോണിപ്പടി കയറുവാൻ പോവുകയാണ്. ഞാൻ 1 എന്ന് എണ്ണുമ്പോൾ നിങ്ങൾ കോണിയുടെ ആദ്യത്തെ പടി കയറും. ഓരോ പടി കയറുമ്പോഴും ശരീരത്തിനും മനസ്സിനും നല്ല ആയാസവും ഉന്മേഷവും നിങ്ങൾക്ക് അനുഭവപ്പെടും. 1 പതുക്കെ 1-ാം പടിയിലേക്ക് കയറും. ഇനി ഞാൻ 2 എന്ന് എണ്ണും. അപ്പോൾ നിങ്ങൾ 2-ാമത്തെ പടി കയറും. 2 പതുക്കെ 2-ാം പടിയിലേക്ക് കയറും. ഇനി ഞാൻ 3 എന്ന് എണ്ണും. അപ്പോൾ നിങ്ങൾ 3-ാം പടി കയറും. 3 പതുക്കെ 3-ാം പടി കയറും. ഇനി ഞാൻ 4 എന്നെണ്ണും. അപ്പോൾ നിങ്ങൾ 4-ാം പടി കയറും. 4 പതുക്കെ 4-ാം പടി കയറും. ഇനി ഞാൻ 5 എന്നെണ്ണും. അപ്പോൾ നിങ്ങൾ 5-ാം പടി കയറും. 5 പതുക്കെ 5-ാം പടി കയറും. ഇനി ഞാൻ 6 എന്നെണ്ണും. അപ്പോൾ നിങ്ങൾ 6-ാം പടി കയറും. 6 ഇനി ഞാൻ 7 എന്നെണ്ണും.
അപ്പോൾ നിങ്ങൾ 7-ാം പടി കയറും. 7. ഇപ്പോൾ നിങ്ങൾ നല്ല ഉയരമുള്ള ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അവിടെ ചുറ്റുമൊന്ന് ശ്രദ്ധിക്കും. എന്ത് മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നീലാകാശത്തിലെ നേരിയ മേഘങ്ങൾ ശ്രദ്ധിക്കൂ. വെളുത്ത പഞ്ഞി കണക്കെ ആകാശത്തു കൂടി അത് നീങ്ങുന്നതായി നിങ്ങൾ കാണുന്നില്ലേ? നക്ഷത്രക്കൂട്ടങ്ങളെ ശ്രദ്ധിക്കൂ. ഒരു നല്ല സുഖകരമായ കാറ്റ് നിങ്ങളെ തലോടുന്നതായി നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നില്ലേ? മനസ്സിന് എത്ര സുഖമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവപ്പെടുന്നത്. ഇനി നിങ്ങൾ കോണിയിൽ നിന്ന് പതുക്കെ താഴെ ഇറങ്ങുവാൻ പോവുകയാണ്. ഞാൻ എണ്ണുന്നതനുസരിച്ച് നിങ്ങൾ കോണിയിൽ നിന്ന് താഴെ പതുക്കെ ഇറങ്ങും. ഓരോ പടി ഇറങ്ങുമ്പോഴും എല്ലാ പിരിമുറുക്കവും പ്രയാസങ്ങളും ആശങ്കകളും ഉത്കണ്ഠകളും ഒന്നൊന്നായി നീങ്ങുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ വ്യാകുലതകളും നിരാശയും ദുഃഖവും എല്ലാം നീങ്ങുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. 7. നിങ്ങളുടെ വിഷമങ്ങൾ നീങ്ങി വരികയാണ്. 6. നിങ്ങളുടെ മാനസിക പിരിമുറുക്കങ്ങളെല്ലാം അയഞ്ഞ് വരികയാണ്. 5. നിങ്ങളുടെ മനശല്യങ്ങളെല്ലാം ഒന്നൊന്നായി നീങ്ങുകയാണ്. 4. നിങ്ങളുടെ ദുഃഖങ്ങൾ കുറഞ്ഞു വരികയാണ്. 3. നിങ്ങളുടെ ആലസ്യവും ഭയവും നീങ്ങി വരികയാണ്. 2. നിങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും നീങ്ങി വരികയാണ്. 1. നിങ്ങൾക്കിപ്പോൾ നല്ല ഒരു മാനസിക സ്വസ്ഥത കൈവന്നിരിക്കുന്നു. നിങ്ങൾ ആ കോമഡിയിൽ കൂടി ഇറങ്ങി പതുക്കെ ഒരു മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വലതുവശത്തേക്കൊന്ന് നോക്കൂ. എത്ര മനോഹരമായ പൂക്കളാണ് നിങ്ങളെ നോക്കി ചിരിക്കുന്നത്. പനിനീർ പൂവിന്റെ സുഗന്ധം ഒന്ന് വലിച്ചു കയറ്റൂ. നല്ല സുഖമുള്ള വാസനയുണ്ട്. ഇനി ആ കിളികളുടെ ശബ്ദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ആ അരുവിയിലെ ഒഴുക്കൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ. കിളികളുടെ ശബ്ദം നിങ്ങളുടെ മനസ്സിന് വലിയ സുഖകരമായ ഒരു അനുഭൂതി ഉണ്ടാക്കുന്നു. ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയുടെ ശബ്ദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. കാറ്റിൽ ആടിക്കളിക്കുന്ന പൂക്കളെ നിങ്ങൾ കാണുന്നില്ലേ? ആ പൂക്കളെ ചുംബിക്കുന്ന ചിത്രശലഭങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? ആ ശബ്ദം നിങ്ങൾക്ക് ആനന്ദകരമായ ഒരു അനുഭൂതി ഉളവാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാണ്.
ശാന്തമാണ്. നിങ്ങളുടെ പേശികളെല്ലാം അയഞ്ഞതായി നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് മാറി നിന്ന് നോക്കുക. നിങ്ങളുടെ മനസ്സിപ്പോൾ നിറയെ സ്നേഹമാണ്. എല്ലാവരോടും പുഞ്ചിരിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന നിങ്ങളുടെ മുഖത്തെ നിങ്ങളൊന്ന് കാണും. ബന്ധുക്കളോടും കുട്ടികളോടും കൂട്ടുകാരോടും എല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നതായി നിങ്ങൾ സങ്കല്പിക്കൂ. നിങ്ങളുടെ പുഞ്ചിരിയിൽ എല്ലാവരും സന്തോഷിക്കുന്നതായി നിങ്ങൾ സങ്കല്പിക്കൂ. നിങ്ങളുടെ ശരീരവും മനസ്സും സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ പുഞ്ചിരിയിൽ എല്ലാവരും ആകൃഷ്ടരായിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലുള്ള എല്ലാവരോടും നിങ്ങൾ സ്നേഹത്തോടുകൂടി സംബോധന ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മുറിയിലുള്ള ആ മേശയെ ഒന്ന് ശ്രദ്ധിക്കൂ. ആ മേശപ്പുറത്ത് കാണുന്ന വെള്ളക്കടലാസ് നിങ്ങൾ എടുക്കൂ. നിങ്ങളുടെ കയ്യിലുള്ള പേന ആ മേശപ്പുറത്തുള്ള കടലാസുമായി ബന്ധപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും സംഘർഷങ്ങളെയും വിഷമങ്ങളെയും ആ കടലാസിൽ എഴുതി പിടിപ്പിക്കും. പതുക്കെ വളരെ ആലോചിച്ച് അക്കമിട്ട് എഴുതുക. സംശയിക്കേണ്ട, ആരും കാണുകയില്ല. നിങ്ങൾ മാത്രമേ നിങ്ങൾ എഴുതുന്നത് കാണുകയുള്ളൂ. ധൈര്യമായി എഴുതുക. നിങ്ങളുടെ വ്യാകുലതകളും വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും പാരവശ്യങ്ങളും വിഷാദവും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദുഃഖകരമായ അനുഭവങ്ങളും നിങ്ങൾ ആ കടലാസിൽ എഴുതി പിടിപ്പിക്കൂ. നിങ്ങളതൊന്ന് വായിച്ചു നോക്കൂ. നിങ്ങളുടെ മുമ്പിലുള്ള ആ കടലാസിൽ എഴുതിയ വരികളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ. വിഷമം തോന്നല്ലേ? സാരമില്ല. ഇനി ആ കടലാസ് ചുരുട്ടി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയൂ. വളരെ പെട്ടെന്ന് വലിച്ചെറിയൂ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഭാരവും വിഷമങ്ങളും എല്ലാം നിങ്ങൾക്കിപ്പോൾ നീങ്ങിയതായി അനുഭവപ്പെടും. മനസ്സിന്റെ എല്ലാ പിരിമുറുക്കവും അയഞ്ഞു വീഴുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇനി മുതൽ നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതത്തിന്റെ പൊൻപുലരി ആസ്വദിക്കാൻ കഴിയും. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും കൂടിക്കൂടി വരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഈർഷ്യതകളും വെറുപ്പും വൈരാഗ്യവും
കത്തിച്ചാമ്പലായതുപോലെ നിങ്ങൾക്ക് തോന്നും. സ്നേഹത്തിന്റെ, അനുകമ്പയുടെ, സാഹോദര്യത്തിന്റെ സുന്ദരമായ, സുഖകരമായ ഒരു മാനസിക അവസ്ഥ നിങ്ങളിൽ ഓരോ ദിവസം കഴിയുന്തോറും പുഷ്ടിക്കും. നിങ്ങളിനി മുതൽ എല്ലാ കാര്യത്തിലും ഒരു ശുഭാപ്തി വിശ്വാസിയായി ഭയത്തിന് പകരം ധൈര്യം നിങ്ങളിലുണ്ടാകും. വിരോധത്തിന് പകരം സ്നേഹം നിങ്ങൾക്ക് കൈവരുന്നതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ദുഃഖവും നീങ്ങിക്കഴിയും. സ്വസ്ഥമായൊരു ജീവിതം നിങ്ങൾക്ക് ഇനി ഉണ്ടാവുമെന്ന് നിങ്ങളിപ്പോൾ തീർത്തും വിശ്വസിക്കുകയാണ്. ശരീരത്തിനും മനസ്സിനും പൂർണ്ണമായ ആരോഗ്യം കൈവന്നതായി നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ശാന്തമായിരിക്കൂ, ശാന്തമായിരിക്കൂ. പതുക്കെ ശ്വാസം വലിച്ചു കയറ്റൂ. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടും. ഞാൻ മൂന്നെണ്ണിയാൽ നിങ്ങൾ പതുക്കെ കണ്ണു തുറക്കും. കണ്ണു തുറന്നാൽ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു സുഖവും സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടും. ഞാൻ 3 വരെ എണ്ണുവാൻ തുടങ്ങുകയാണ്. 1, സ്വസ്ഥമായിരിക്കും. 2, 3. പതുക്കെ കണ്ണു തുറക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഉന്മേഷവും ആരോഗ്യവും കൈവന്നിരിക്കും.